നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഏകാഗ്രത എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺസെൻട്രേഷൻ അഥവാ ഏകാഗ്രത എന്നത് ഒരാളുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്കോ പ്രവൃത്തിയിലേക്കോ കേന്ദ്രീകരിക്കുന്ന മാനസികമായുള്ള കഴിവാണ്. ഏകാഗ്രതയുടെ ഗഹനമായ അർത്ഥം ഏക അധികം ആഗ്രത, അതായത് ഒരേ ഒരു ലക്ഷ്യം എന്നതാണ്. അല്ലാതെ പലതിൽ താല്പര്യം എന്നല്ല. ഒരു കാര്യത്തിൽ മാത്രം താല്പര്യം കാണിച്ചുകൊണ്ട് മനസ്സിൻ്റെ മുഴുവൻ ഊർജവും ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് ഏകാഗ്രത. മനഃശാസ്ത്രപരമായി ഏകാഗ്രത എന്താണെന്ന് നമുക്ക് നോക്കാം. മനസ്സിന് പ്രധാനമായി 3 ഘടകങ്ങളുണ്ട്. മനോധാര എന്നത് മനസ്സിൽ കൂടി ഒഴുകുന്ന അനവധി ചിന്തകളാണ്. ഏത് ചിന്തയെ ഫോക്കസ് ചെയ്യണം എന്നത് നിശ്ചയിക്കുന്ന ശ്രദ്ധ ആണ്. മനഃപൂർവ്വകത അല്ലെങ്കിൽ വിൽഫുൾ കൺട്രോൾ എന്നത് നമ്മുടെ ശ്രദ്ധയെ ഒരിടത്തേക്ക് മാത്രം നയിക്കാനുള്ള ശക്തിയാണ്. ഏകാഗ്രത എന്നത് ഈ 3 ഘടകങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ആത്മീയതയിൽ എന്താണ് ഏകാഗ്രത? ഭാഗവതം, ഉപനിഷത്തുകൾ, യോഗശാസ്ത്രം മുതലായവയിൽ ഏകതത്വധ്യാനം എന്നത് അന്തരംഗ ശുദ്ധിയുടെയും ആത്മബോധത്തിൻ്റെയും വഴിയായി കാണപ്പെടുന്നു. പതഞ്ജലി യോഗസൂത്രം പറയുന്നത് ഒരേ ചിന്തയിൽ നിരന്തരമായ ആവർത്തനം ധ്യാനമാകുന്നു എന്നാണ്. അതിനായി ഏകാഗ്രത അനിവാര്യമാണ്. പഠനം, ജോലി, ജീവിതം എല്ലായിടത്തും ഏകാഗ്രത അത്യാവശ്യമാണ്. പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം വിഷയമുള്ളതിനാൽ പലതും മനസ്സിലായില്ലെന്ന് പരാതിയുണ്ട്. എന്നാൽ ഏകാഗ്രത ഇല്ലായ്മയാണ് പലപ്പോഴും അതിന് കാരണം. ജോലി സമയത്ത് സ്ഥിരമായി ഫോൺ നോക്കുന്നത് ആശയവിനിമയത്തിനിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. അതിൽ നിന്ന് മോചിതനാകാൻ ഓരോ ജോലിയെയും ശ്രദ്ധയോടെ നാം ചെയ്യണം. ഏകാഗ്രത ഇല്ലെങ്കിൽ ബന്ധങ്ങൾ ശിഥിലമാകും. സംസാരിക്കുമ്പോൾ മനസ്സ് മറ്റൊരിടത്താണെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ദുർബലമാകും. കേൾക്കുന്ന കാലത്തിൽ കേൾക്കലിലേക്ക് മുഴുവൻ ശ്രദ്ധയും നൽകുന്നത് തന്നെയാണ് ഏകാഗ്രത. ഏകാഗ്രതയുടെ നിലകൾ എന്തെല്ലാമാണ്? മിതമായ ഏകാഗ്രത. നേരത്തെ ശ്രദ്ധ വയ്ക്കാറുള്ള സാധാരണ കുറച്ച് നിമിഷങ്ങൾ ആണവ. ഗഹനമായ ഏകാഗ്രത എന്നത് മുഴുവൻ മനസ്സും ഒന്നിലേക്ക് മാത്രം മുങ്ങിയ അവസ്ഥ. ഇതിനെ ഫ്ലോ സ്റ്റേറ്റ് എന്നും വിളിക്കും. ധ്യാനപരമായ ഏകാഗ്രത അന്തസത്തയിലുള്ള വസ്തുക്കളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആത്മാന്വേഷണം ആയി മാറുന്നു. ഏകാഗ്രതയ്ക്കുള്ള ശത്രുക്കൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ചിന്താ വ്യതിയാനം, ജേർണലിംഗ്, മൊബൈൽ, സോഷ്യൽ മീഡിയ, സ്ക്രീൻ ടൈം, ക്ഷീണം, ഉറക്കക്കുറവ് ഇവയൊക്കെ നമ്മുടെ ഏകാഗ്രതയെ ബാധിക്കുന്നതായിട്ട് കാണാം. ഏകാഗ്രത വളർത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ജ്വലിച്ച ദീപത്തെയോ ബിന്ദുവിനെയോ നോക്കി മനസ്സിനെയും കാഴ്ചയെയും ഒരുമിപ്പിക്കുന്നത് ആണ് ത്രട്ടാക ധ്യാനം. ഓം അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സന്ധികളിലേക്ക് ഉള്ള ഒരു ശബ്ദം ധ്യാനം മറ്റൊരു മാർഗമാണ്. ശബ്ദത്തിൻ്റെ ധ്യാനം മറ്റൊരു മാർഗമാണ്. ഒരു കാര്യത്തിൽ മാത്രമുള്ള പ്രവർത്തനം, മോണോ ടാസ്കിംഗ് എന്നത് ഒരു സമയം ഒന്ന് മാത്രം വീതം എടുക്കുക. മൈൻഡ്ഫുൾനെസ്, കൗൺസിലിംഗ് ഇവയൊക്കെ നമ്മെ ഏകാഗ്രത കൂട്ടാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഏകാഗ്രതയുടെ അർത്ഥവും പ്രാധാന്യവും എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഏകാഗ്രത എന്നത് പല കാര്യമോ ആശയങ്ങളോ ഒറ്റയടിക്ക് മനസ്സിൽ നിറയാതെ ഒരു കാര്യത്തിൽ മാത്രം മുഴുവൻ മനസ്സും ഇടുന്നതാണ്. ഉദാഹരണം, ഒരു വിദ്യാർത്ഥി പാഠം പഠിക്കുമ്പോൾ അയാളുടെ ധ്യാനം മൊബൈലിലേക്കോ പുറത്തെ ശബ്ദങ്ങളിലേക്കോ ചിന്തകളിലേക്കോ പോകാതെ ആ പാഠത്തിന്മേൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് വേണ്ടത്. അതിനെയാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ഏകാഗ്രത വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നു. പഠനത്തിലോ ജോലിയിലോ ഉന്നതി പ്രാപിക്കാൻ ആവശ്യമായ പ്രധാന ഗുണമാണിത്. ഇത് സ്മരണശക്തി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ശ്രദ്ധിച്ച കാര്യങ്ങൾ മനസ്സിൽ എളുപ്പത്തിൽ പതിയും. സമയാനുസൃതം ജോലി പൂർത്തിയാക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ചിന്താ വ്യതിയാനം അത് കുറയ്ക്കുന്നു. ഓർമ്മകൾ മൺമറഞ്ഞു പോകാതെ ഭേദപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ഏകാഗ്രത നമ്മെ വളരെയധികം സഹായിക്കുന്നു. കൂടാതെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാകുകയും മുന്നോട്ട് പോകാൻ ധൈര്യം നൽകുകയും ചെയ്യും. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. പ്രതിദിനം കുറച്ച് നിമിഷങ്ങൾ ശാന്തമായി ഇരുന്ന് ധ്യാനത്തിലേക്കും ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക.
ഏകാഗ്രതയ്ക്ക് വിഘാതമുണ്ടാക്കുന്ന മൊബൈൽ, TV, ശബ്ദം തുടങ്ങിയവത് ഒഴിവാക്കുക. ദിവസം എന്ത് ചെയ്യണമെന്നൊരു ടൈം ടേബിൾ പ്ലാൻ ചെയ്യുകയും നിശ്ചയിക്കുകയും ചെയ്യണം. ഒരു കാര്യത്തിൽ മാത്രം ഒരു സമയം ശ്രദ്ധിക്കുക. മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കുക. ശരിയായ ആഹാര രീതിയും ഉറക്കവും തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ദ്രോണാചാര്യൻ തൻ്റെ ശിഷ്യന്മാരെ അമ്പെയ്യുവാൻ പഠിപ്പിക്കുകയായിരുന്നു. പത്തി വില്ലിനിറക്കി ഒരു പക്ഷിയുടെ കണ്ണിനെ ലക്ഷ്യമാക്കിയാണ് അമ്പെയ്യേണ്ടത്. പക്ഷിയെ വില്ലിനൊരുക്കിയ ശേഷം അദ്ദേഹം എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ പക്ഷിയെ കാണുന്നുവോ? എല്ലാവരും കാണുന്നു എന്ന് മറുപടി പറഞ്ഞു. പക്ഷേ അർജുനൻ മാത്രം പറഞ്ഞു, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ എന്ന്. അർജുനൻ്റെ ഈ ഏകാഗ്രതയാണ് അദ്ദേഹത്തെ ധനുർവിദ്യയിൽ ഏറ്റവും മികച്ചവനാക്കിയതും മഹാഭാരതത്തിലെ പോരിൽ പ്രധാനിയാക്കിയതും. ഏകാഗ്രത എന്നത് വിജയം നേടാൻ അത്യാവശ്യമായ മനസ്സിൻ്റെ ശക്തിയാണ്. അത് വളർത്തേണ്ടതാണ്, കാത്തു സൂക്ഷിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. ഏകാഗ്രത ജീവിതത്തിലെ ഓരോ ചിന്തയ്ക്കും ഓരോ പ്രവൃത്തിക്കും ആത്മാവ് നൽകുന്ന മൂല്യമാണ്. ഇതില്ലെങ്കിൽ ഓരോ പ്രവൃത്തിയും പകുതിയിൽ ഒറ്റപ്പെടും. ഏകാഗ്രത ഉണ്ടെങ്കിൽ ഒരുമിച്ചുള്ള മുഴുവൻ ശക്തിയും അതിലൂടെ പ്രകടമാവുകയും ചെയ്യും. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് നല്ല ഏകാഗ്രതയുള്ള പല വ്യക്തികളെയും ജീവിതത്തിൽ കാണാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് അവർ നേടിയ വിജയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.